നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPI മത്സരിക്കും. CPI 2 സീറ്റിലും 1 സീറ്റിൽ INL മത്സരിക്കും. BLOയുടെ ആത്മഹത്യ, കാസർകോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരിയ സൗഹൃദവേദി UAE സ്വാതന്ത്ര്യം 6ാമത് വീടിന്റെ താക്കോൽ ദാനം നടന്നു. CH കുഞ്ഞമ്പു MLA താക്കോൽ ദാനം നിർവഹിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ നടക്കും. കൊലകൊത്തൽ ചടങ്ങ് നടന്നു. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPI മത്സരിക്കും. CPI 2 സീറ്റിലും 1 സീറ്റിൽ INL മത്സരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 15 ഡിവിഷനുകളിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരം കാഞ്ഞങ്ങാട് പ്രസ് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചത്. പത്രസമ്മേളനത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പാർട്ടി ചുമതലക്കാരൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി AV കുഞ്ഞിരാമൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നേരത്തെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K മണികണ്ഠൻ, ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ PK അബ്രഹിം മാഷ്, CPIയുടെ പ്രതിനിധി എന്ന നിലയിൽ N ബാലകൃഷ്ണനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഘടക കക്ഷികളായ CPI 2 സീറ്റുകളിലും INL 1 സീറ്റിലും CPIM 12 സീറ്റിലും മത്സരിക്കും. ഈ കാലങ്ങളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് വിവിധങ്ങളായ ഗുരുതരമായ പദ്ധതികളും അതുപോലെ പരിപാടികളുമെല്ലാം ഏറ്റെടുത്ത് നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടുണ്ട്. അതിലൊന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ കാലത്ത് ഈ ഭരണസമിതിയുടെ കാലത്താണ് CHC സൗജന്യമായ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. ഏച്ചിക്കാനം മാവുങ്കാൽ ബ്ലോക്ക് ഡിവിഷനുകളിൽ CPIയും പനയാൽ ഡിവിഷനിൽ INL മത്സരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ MLA KV കുഞ്ഞിരാമൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, PK അബ്ദുറഹ്മാൻ, N ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BLOയുടെ ആത്മഹത്യ, കാസർകോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. BLOയുടെ ആത്മഹത്യ, കാസർകോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം ബൂത്ത് നമ്പർ 18 ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഇനിയും ജീവനക്കാരെ കൊലയ്ക്ക് കൊടുക്കരുതെന്നും AT ശശി ആവശ്യപ്പെട്ടു. 23 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ കേവലം 1 മാസം മാത്രം സമയം അനുവദിച്ചുകൊണ്ട് കടുത്ത മാനസിക സംഘർഷവും സമ്മർദ്ദവും അടിച്ചേൽപ്പിച്ച് 24 മണിക്കൂറും ജീവനക്കാരെ കൊണ്ട് രാപ്പകൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഈ നിലപാട് അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ ജീവനക്കാർക്ക് കഴിയില്ല. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ SIR നടക്കുന്നതിനാൽ ഇരട്ടി ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ.
ആത്മഹത്യകൾ ആവർത്തിക്കാതിരിക്കുവാൻ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവയ്ക്കണം. ആവശ്യമായ സമയം അനുവദിച്ച് മാത്രമേ ജോലി പുനരാരംഭിക്കാവൂ എന്നും AT ശശി കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം VTP രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം, സംസ്ഥാന കമ്മിറ്റി അംഗം MT പ്രസീത, KG രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് P കുഞ്ഞികൃഷ്ണൻ, ജില്ലാ ട്രഷറർ VM രാജേഷ്, K മുരളീധരൻ നായർ, ശ്രീനിമോൻ കാഞ്ഞങ്ങാട്, ബാബുരാജ് തൈക്കടപ്പുറം, ജയരാജ് പെരിയ, രതീഷ് ബന്തെടുക്ക, രതി വയലപ്രം, ഗിരിജ മാപ്പിടിച്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ 41ാം വാർഷിക സമ്മേളനം ഹോസ്ദുർഗ് ബാങ്ക് ഹാൾ വെച്ചാണ് നടന്നത്. KPCC സെക്രട്ടറി M അസ്നാർ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് പുതിയ ഒരു രാഷ്ട്രീയ ജീവിതമാണ്. ഞാൻ ഇടക്കാലത്ത് വളരെ പ്രതീക്ഷയുണ്ടായി. ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികളടക്കം സജീവമാകുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ തിരിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം പെൺകുട്ടികളടക്കം ജാഥ വിളിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നാളെ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ വലിയ നില കടന്നു വരുമെന്നാണ്. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ എന്ന്. അതിനുള്ള റേഞ്ച് കൂട്ടുകാരത് മാത്രമാണ്. പഠനം നടത്തുന്നത്, ജാഥ വിളിക്കുന്നതൊക്കെ റീലിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ റേഞ്ച് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും അവർ ചെറുപ്പക്കാർക്ക് താല്പര്യങ്ങളില്ല എന്നാണ് മനസ്സിലായത്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാ പൊതുസമൂഹത്തിലായാലും വളർന്നു വരുന്ന തലമുറ ഇന്നലെകളിൽ നിന്ന് മാറി ആധുനികമായ ചിന്തകളിലൂടെ പ്രത്യേകമായി ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു തലമുറയായി മാറുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്ന നിലയിൽ അതിനെ തരണം ചെയ്യാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും പ്രയാസപ്പെടുകയാണ്. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, KSSPA സംസ്ഥാന കൗൺസിലർ KK രാജഗോപാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടം, PK മാധവൻ നമ്പ്യാർ, KV കുഞ്ഞികൃഷ്ണൻ, NK ബാബുരാജ്, U ശേഖരൻ നായർ, K കുഞ്ഞികൃഷ്ണൻ, R ലതിക, TP ലസിത, CP കുഞ്ഞിനാരായണൻ നായർ, K ബലരാമൻ, R ശ്യാമളാദേവി, A തങ്കമണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി MK ബാബുരാജ് സ്വാഗതവും ട്രഷറർ KK ഹരിശ്ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി മുഖ്യപ്രഭാഷണം നടത്തി. KSSPA ജില്ലാ സെക്രട്ടറി KK വർഗീസ് അധ്യക്ഷത വഹിച്ചു. P ഗൗരി, C പ്രേമരാജൻ, KV രാജേന്ദ്രൻ, K വിജയകുമാർ, K രമേശൻ, E ഉഷ, K രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ സൗഹൃദവേദിയുടെ UAE സ്വാന്തനം 6ാമത് വീടിന്റെ താക്കോൽദാനം നടന്നു. CH കുഞ്ഞമ്പു MLA താക്കോൽദാനം നിർവഹിച്ചു. പെരിയ സൗഹൃദവേദി നിർമ്മിച്ചു നൽകുന്ന സാന്ത്വനം 6ാമത് വീടിന്റെ താക്കോൽദാനം നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു താക്കോൽദാനം നിർവഹിച്ചു. പിന്നെ വിവാഹത്തിലൊരു സഹായം, ചെറിയ ചെറിയ സഹായം. പിന്നെ പഠിക്കാനൊക്കെ കുട്ടികൾ പാസ്സായി, പക്ഷെ ചേർക്കാൻ ബുക്കിന് പൈസയില്ല. അപ്പോൾ അത് ചെറിയൊരു സഹായം. ഇതൊക്കെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കുറച്ച് നാൾ മുമ്പത്തെ ഒരു മാതൃക. അത് മാറി ഇന്ന് വിവിധ സംഘടനകൾ, വ്യക്തികൾ, ഗവൺമെൻറ് എല്ലാം വീടില്ലാത്തവർക്ക് ഒരു വീട് കൊടുക്കുക എന്ന കുറച്ചും കൂടി മികച്ചതും ആധുനികവുമായ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പെരിയ സൗഹൃദവേദി ഞങ്ങൾ വീട് കൊടുക്കും. കാരണം പെരിയയിൽ നിന്ന് പോയി വിദേശത്ത്, പ്രത്യേകിച്ച് UAE ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാർ, അവർ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ, അതിലൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം സൗഹൃദവേദിക്ക് കൊടുത്ത് അവരവിടെ നിന്ന് ഉണ്ടാക്കി ആ പൈസ ഇങ്ങോട്ട് അയച്ച് ഇവിടെ വളരെ വളരെ നിർധനരായ, സ്വന്തമായി വീട് വെക്കാൻ ശേഷിയില്ലാത്തവരെ കണ്ടുപിടിച്ച് അവർക്കൊരു വീട് കൊടുക്കുകയാണ്. CK അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രമോദ് പെരിയ, ബാലകൃഷ്ണൻ പെരിയ, C ഗോപി, ജയപ്രകാശ് കായക്കുളം, മണി പെരിയ, വേണുഗോപാലൻ VK എന്നിവർ സംസാരിച്ചു. ഹരീഷ് മേപ്പാട് അധ്യക്ഷത വഹിച്ചു. തമ്പാൻ നായർ ചേവരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.
ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ നടക്കും. കുലകൊത്തൽ ചടങ്ങ് നടന്നു. ചിത്താരി ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 27 ആരംഭിക്കും. ഡിസംബർ 1 സമാപിക്കും. കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കുലകുത്തൽ ചടങ്ങ് നടന്നു. കളിയാട്ട ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കും ദേവീദേവന്മാർക്കുള്ള നിവേദ്യത്തിനും മറ്റുമായാണ് ഈ കുലകൾ പഴുപ്പിച്ചെടുത്ത് ഉപയോഗിക്കുക. കുലകുത്തൽ ചടങ്ങിന് ക്ഷേത്ര ആചാരസ്ഥാനികർ, ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത്, സെക്രട്ടറി ദിനേശൻ താനത്തിങ്കാൽ, ട്രഷറർ ചന്ദ്രൻ കൊളവയൽ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കോവൽ, സെക്രട്ടറി രമേശൻ മടിയൻ, ട്രഷറർ ചന്ദ്രൻ പൊയ്യക്കര, ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം, കാലത്താൽ കഴിച്ചുകയറാനുള്ള കളിയാട്ട മഹോത്സവം ഈ വരുന്ന നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ കൊണ്ടാടുകയാണ്. മലയാള മാസം വൃശ്ചികം 11 മുതൽ 15 വരെ. 27 വൈകുന്നേരം 7 മണിക്ക് ദീപുന്തിരിക്ക് ബാരിക്കാട്ടപ്പൻ ദേവാലയത്തിൽ പോയി അവിടെ ദീപുന്തിരി കൊണ്ടുവന്ന് അമ്പലത്തിൽ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ കളിയാട്ട മഹോത്സവം തുടങ്ങുകയായി. 28 കാഴ്ചാഘോഷം രാത്രി 8 മണിക്ക് മടിയൻ താനത്തിങ്ക തറവാട്ടിൽ നിന്നും പുറപ്പെടുകയും ഏകദേശം 12 മണിക്ക് മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപരിധിയിലെ 7 പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നവംബർ 27 വ്യാഴാഴ്ച നടക്കും. രാത്രി 7 മണിക്ക് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരും. ഉത്സവത്തിന്റെ ഭാഗമായി പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറൈ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വർണ്ണശബളമായ തിരുമുൽ കാഴ്ചയും വിവിധ കലാപരിപാടികളും അനുമോദന ചടങ്ങും നടക്കും. എല്ലാ ദിവസവും അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിൽ 6 ദിവസങ്ങളിലായി കളിയാവേശം പകരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണവും നടന്നു. ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലുള്ള ഒരു ദേശീയ നിലവാരത്തിലുള്ള മത്സരം നമ്മുടെ നാട്ടിൽ നടന്നു. അത് ഞാൻ പങ്കെടുത്തിട്ടൊന്നുമില്ല. എങ്ങനെയായാലും ഈ മത്സരം ഈ ഒരു മഹോത്സവമായിട്ട് നമുക്ക് ദേശീയ നിലവാരത്തിലുള്ള കായിക താരങ്ങളെ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാനും അവരുടെ പ്രകടനം കാണാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും മനോഹരമായി, ഏറ്റവും ഗംഭീരമായിട്ട് അത് നമുക്കിവിടെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് ഇവിടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മടിയൻ രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോഗോ പ്രകാശനം സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ TV ബാലൻ നിർവഹിച്ചു. ഫണ്ട് ശേഖരണോദ്ഘാടനം സാമ്പത്തിക സമിതി ചെയർമാൻ NA മുനീർ നിർവഹിച്ചു. ഡോക്ടർ VPP മുസ്തഫ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ മാസ്റ്റർ, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബിജു, ജനറൽ കൺവീനർ KV ഗോപാലൻ, KV രാഘവൻ മാസ്റ്റർ, K മധുസൂദനൻ, M രജീഷ് ബാബു, K നിഷാന്ത് മാസ്റ്റർ, EK ബൈജു എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഉദിനൂരിലെ വാസുദേവിന് അനുമോദനം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BLOയുടെ ആത്മഹത്യ ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. BLOമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR മാറ്റിവെക്കുക, SIRന്റെ പേരിൽ BLOമാരുടെ മേൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ജോലിഭാരത്തെ തുടർന്ന് കണ്ണൂർ പയ്യന്നൂർ നിയോജക മണ്ഡലം 18-ാം നമ്പർ ഏറ്റുകുടുക്ക ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നരു AUP സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റുമായ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത്. കാസർഗോഡ് ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സമരസമിതി നേതാവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. BLOമാർക്ക് ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ആര് പട്ടിക പുതുക്കും? പട്ടിക പുതുക്കണമെങ്കിൽ ജീവൻ ഉണ്ടാവണം. ജീവനില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരുപാട് ആളുകൾ വലിയ സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിന് ഒരു അറുതി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നാളെ തൊട്ട് ഇലക്ഷൻ്റെ തിരക്കിലേക്ക് നീങ്ങിയാണ്. നാളെ തൊട്ട് ഇലക്ഷൻ്റെ ക്ലാസ്സൊക്കെയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു സമരം ഉണ്ടാവാറില്ല. ഇത് സമരത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചതാണ്. ഞങ്ങളാരും സമരത്തിന് വേണ്ടി ഇന്നലെ തയ്യാറായി വന്ന ആളുകളല്ല. ഇന്നലെ ഉണ്ടായ ആ ഒരു മരണം ഞങ്ങളെ ഈ സമരത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മേലിൽ BLOമാർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിന് ഉത്തരവിടുന്ന ആളുകൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. FCTO ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ V ചന്ദ്രൻ, T ദാമോദരൻ, T പ്രകാശൻ, N കെലസിത, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. FCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതം പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിയോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരുന്നത് BLOമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും SIR നീട്ടിവെക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിച്ച് BLOമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് അധികാരികളെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡിന്റെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഹോസൂർഗിന്റെയും GHSS കല്യൂട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. അഡീഷണൽ ജില്ലാ ജഡ്ജി സുരേഷ് PM ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ്, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഹോസ്ദുർഗ്, GHSS കല്യൂട്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനം നടന്നു. സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ ജഡ്ജ് സുരേഷ് PM നിർവഹിച്ചു. ഷോപ്പുകളുണ്ട്, ഇല്ല. അപ്പം നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയായി വളർന്നിട്ടില്ല, അല്ലേ? പട്ടികജാതി പട്ടികവർഗ ജനത പ്രത്യേകിച്ച് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അല്ല. നമ്മുടെ ഇടയിൽ നമുക്ക് റിസർവേഷൻ ഉണ്ട്, അല്ലേ? സംവരണമുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എത്രയുണ്ട്? ഈ ഇരിക്കുന്നവരിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശ്രേണിയാണ്. ഏറ്റവും സ്വീപ്പർ മുതൽ നമ്മുടെ ചീഫ് സെക്രട്ടറി വരെയുള്ള വലിയ ഒരു ഉദ്യോഗസ്ഥ ശ്രേണിയുണ്ട്. ഇതിൽ വലിയ പദവികളിലേക്ക് നമ്മൾ എത്ര പേര് എത്തിയിട്ടുണ്ട്? ഇവിടെയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എത്താത്തതിന് കാരണം എന്താണ്? ആ പദവികളിലൊക്കെ വഹിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാനിരിക്കുന്ന ന്യായാധിപൻ്റെയൊക്കെ പദവി വഹിക്കണമെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ പറ്റത്തില്ല, അല്ലേ? ഞാൻ 10ാം ക്ലാസ്സുകാരനായിരുന്നു, എനിക്ക് ജഡ്ജാവാൻ പറ്റില്ല, അല്ലേ?
എനിക്കൊരു സ്വീപ്പർ ആവാൻ പറ്റുമായിരിക്കും, ഒരു LD ക്ലർക്ക് പോലും ആകാൻ പറ്റില്ല 10 ക്ലാസ് കൊണ്ട്. ഇപ്പോൾ +2 ലെവലിൽ വിദ്യാഭ്യാസം വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബിസിനസ് കമ്മ്യൂണിറ്റി അല്ല, വ്യാപാര വ്യവസായ ശാലകളൊന്നും നമുക്കില്ല, ഭൂമിയില്ല, വലിയ കൃഷിക്കാരനാകാം. നമുക്കൊരു 5 ഏക്കറോ 10 ഏക്കറോ വെച്ചിട്ട് വലിയ കൃഷി നടത്താനുള്ള പ്രാപ്തിയുണ്ടോ? സത്യസായി സേവ ഓർഗനൈസേഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ MPTA GHSS കല്യോട്ട് അമ്മമാർക്കായി സ്വയം തൊഴിൽ പരിശീലന ക്ലാസ് ഏർപ്പെടുത്തി. CPCRI റിസോഴ്സ് പേഴ്സണായ പാണ്ഡുരംഗ അമ്മമാർക്കായി കൂൺകൃഷി പരിശീലനം നൽകി. ഗോത്രവർദ്ധൻ സ്കീം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് റിസ്വാന NM വിഷയാവതരണം നടത്തി. കല്യോട്ട് ഊരുമൂപ്പൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അമ്പാടി കുറ്റിക്കോൽ മംഗലം കളി സംഘം കല്യോട്ട് മാരിക്കുളം ടീം അവതരിപ്പിച്ച മംഗലം കളി ഏറെ ശ്രദ്ധേയമായി. സബ് ജില്ലാതല കായികമേളയിൽ LP മിനി വ്യക്തിഗത ചാമ്പ്യൻ 1ാം ക്ലാസ്സിലെ അശ്വമേധിനെയും മുതിർന്ന നാടൻ കലാകാരി ചിരുതമ്മയെയും അഡീഷണൽ ജഡ്ജ് സുരേഷ് PM ഉപഹാരം നൽകി ആദരിച്ചു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രാകേഷ് PM, MPTA പ്രിയങ്ക വേണുനാഥൻ, സജു ജോസ്, ധന്യ തുടങ്ങിയവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് T പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര MK സ്വാഗതം പറഞ്ഞു. പാരാലീഗൽ വോളണ്ടിയർ സുജാത നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം ശ്രീ തൃക്കണ്യാകുറുപ്പ് കളരി ദേവസ്ഥാനം ശുദ്ധി കലശവും കളിയാട്ട മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി ദേവസ്ഥാനത്ത് ശുദ്ധി കലശവും നടന്നു. കൊടവലം ശ്രീ തൃക്കണ്യാകുറുപ്പ് കളരി ദേവസ്ഥാനം ശുദ്ധി കലശവും കളിയാട്ട മഹോത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ദേവസ്ഥാനത്ത് ശുദ്ധി കലശം നടന്നു. കുറുപ്പ്, അതായത് വെളുത്തെഴുത്ത് സമുദായത്തിൻ്റെ ഒരു താവഴി, ഒരു സമുദായ തൃക്കണ്ണക്കുറുപ്പ്, അവരെ ആ കഴകത്തിൻ്റെ പ്രധാന ആരൂഢം സ്ഥലമാണിത്. തൃക്കണ്ണാലപ്പൻ്റെ ആരൂഢം നിൽക്കുന്ന സ്ഥലം. ഇവിടുത്തെ കളിയാട്ടം പ്രതിവർഷം വൃശ്ചികം 1, 2, 3 തീയതികളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറിയ ക്ഷേത്രത്തിൻ്റെ തറവാടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ബഹുമാന ബ്രഹ്മശ്രീ ഇരിയയിലെ തന്ത്രി ശ്രീ കൃഷ്ണദാസ് അവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ശുദ്ധി കലശം നടത്തിയാണ്. ഈ ഉച്ചയോടുകൂടി ശുദ്ധി കലശം തീരും. തുടർന്ന് നാളെ വൃശ്ചികം 1, 2, 3 തീയതികളിൽ കളിയാട്ടം നടക്കുകയാണ്. തുടർന്ന് ശ്രീ ഊർപ്പഴശ്ശി ദൈവത്തിന്റെ വെള്ളാട്ടം, ഭജന, ശ്രീ പടാർകുളങ്ങര ഭഗവതിയുടെ തോറ്റം, മൂവാളം കുഴി ചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും കുളിച്ചുതോറ്റം, പൊട്ടൻ ദൈവത്തിന്റെ തിരുപ്പുറപ്പാട് എന്നിവയും നടന്നു. തൃക്കണ്യാകുറുപ്പ് ബാലകൃഷ്ണൻ ചേന്തളം, പ്രസിഡന്റ് ശ്രീധരൻ കോളിയടക്കം, സെക്രട്ടറി ശശികുമാർ ബേളൂർ, ട്രഷറർ പ്രവീൺ രാവണേശ്വരം എന്നിവർ മഹോത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വളാന്തോട് മണികണ്ഠാപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാതൃസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി. വളാന്തോട് മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മാതൃസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി. കവിശ്രേഷ്ഠന്മാരായ ഒരാളെ മാറിയത് അതിനും നിദാനമായത് ഒരു ദൈവീ ചൈതന്യമായിരുന്നു, അല്ലെ? അകത്താര് പുറത്താര് എന്ന് ചോദിച്ച കഥ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ വളരെ ധന്യമായ ഒരു വേദി. കാരണം നാളെ മുതൽ അങ്ങോട്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ്. 41 ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും അയ്യപ്പ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങളും ഭജന മന്ദിരങ്ങളും ഒക്കെ അയ്യപ്പ മന്ത്രങ്ങൾ കൊണ്ടും ഭജന സുധാമൃതം കൊണ്ടും ഒക്കെ മുഖരിതമാവുകയാണ്. ക്ഷേത്രങ്ങളും ഭജന മന്ദിരങ്ങളും മാത്രമല്ല, വീടുകളും ശുദ്ധിയുടെയും വെടുപ്പിന്റെയും വിശ്വാസത്തിന്റെയും ഭജന മന്ത്രങ്ങളുടെയും പിന്നെ പ്രാർത്ഥനയിലൊക്കെ മാതൃകകളാവാൻ വേണ്ടി പോവുകയാണ്. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഓമന കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു.
കെ പത്മനാഭൻ, ദേവിയമ്മ, കെ ബാലകൃഷ്ണൻ, എം കുഞ്ഞികൃഷ്ണൻ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അനിലകുമാരി സ്വാഗതവും നിർമ്മല പത്മനാഭൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, ബളാന്തോട്. വെറ്ററൻസ് കായികമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കയ്യൂരിലെ ഗോപാലനെ അനുമോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റ് മീറ്റിൽ 2 സ്വർണവും 1 വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റു മേളകളിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വെറ്ററൻസ് കായികമേളകളിൽ മികച്ച നേട്ടം കൈവരിച്ച ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് കയ്യൂരിലെ ഗോപാലിനെ അനുമോദിച്ചു. തിരുവനന്തപുരത്ത് നടന്ന വെറ്ററൻസ് ഫെഡറേഷൻ സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ 2 സ്വർണവും 1 വെള്ളി മെഡലും നേടിയ പി ഗോപാലൻ മറ്റ് മേളകളിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് നടന്ന വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഹൈജംപ്, ഹഡിൽസ്, ട്രിപ്പിൾ ജംപ് തുടങ്ങിയ ഇനങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ സീനിയർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലും ജാവലിംഗ് ത്രോയിലും സ്വർണവും ഷോട്ട്പുട്ടിൽ വെള്ളിയും ഗോപാലൻ നേടിയിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ SI ജിഒ സദാനന്ദൻ ഗോപാലിന് ഉപഹാരം നൽകി. നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ കൂട്ടായ്മയിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുമോദന ചടങ്ങ് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ സംഘടനാലുമായിട്ടും വ്യക്തിപരമായ രീതിയിലും എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ചടങ്ങുകൾ മാത്രമാണ് ഇത് പുറമെ അറിയുന്നതും. അതുകൊണ്ട് നല്ല ഒരു ചടങ്ങ് തന്നെയാണിത്. അതുകൊണ്ട് ഗോപാൽ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നതിന് സംസ്ഥാന മീറ്റ്, നാഷണൽ മീറ്റ്, വേൾഡ് മീറ്റുകളെല്ലാം നടക്കാനുണ്ട്. അതിലെല്ലാം എല്ലാ മീറ്റിലും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SI NK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SI VM മധുസൂദനൻ, M ദീപേഷ്, ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദാമോദരൻ, C ഷിജിത്ത്, K പ്രഭേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോംഗാർഡ് ഗോപാലൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CPIM നേതാവായിരുന്ന KV നാരായണന്റെ 18ാം ചരമവാർഷിക അനുസ്മരണ ദിനം കൊവ്വൽ സ്റ്റോറിൽ വിപുലമായ പരിപാടികളോടെ നടത്തി. പ്രഭാതവേരിയിൽ കൊവ്വൽ സ്റ്റോർ സ്മൃതി മണ്ഡപത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശനും EMS മന്ദിരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം N പ്രിയേഷും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. CPIM നേതാവായിരുന്ന KV നാരായണന്റെ 18ാം ചരമവാർഷിക അനുസ്മരണ ദിനം കൊവ്വൽ സ്റ്റോറിൽ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. പ്രഭാതവേദിയിൽ കൊവ്വൽ സ്റ്റോർ സ്മൃതി മണ്ഡപത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശനും EMS മന്ദിരത്തിൽ ഏരിയ കമ്മിറ്റി അംഗം N പ്രിയേഷും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം സാംസ്കാരിക പ്രവർത്തകൻ മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സ്വയം വിമർശനമായിട്ടുള്ള വിലയിരുത്തലാണ് നമ്മൾ ഇന്നത്തെ ദിനത്തിൽ നടപ്പിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക. എന്താണ് സഖാവ് കേരളം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം? നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പിറന്ന പാർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തിനുണ്ടായി ഈ രാജ്യത്ത് എന്ന് ചോദിക്കുന്നവർ മുമ്പുണ്ട്. അവർക്ക് മുമ്പിലായി ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും സ്വയം അധ്യാപകനായി മാറിക്കൊണ്ട് പഠനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് സഖാക്കളെ, ഒരു പൊതുയോഗത്തിൽ കേൾക്കുന്ന കുറെ ശബ്ദങ്ങൾ കേട്ടിങ്ങനെ സുഖിച്ച് തിരിച്ചു പോവുക എന്നതിന് വ്യത്യസ്തമായി ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ ഒരു 3-4 കാര്യങ്ങളെങ്കിലും ഓർമ്മിച്ചു വെച്ച് തന്റെ സുഹൃത്തുക്കളോട്, ഇവിടെ വരാത്ത ആളുകളോട്, കുടുംബത്തിൽ വളർന്നു വരുന്ന കുട്ടികളോട് സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യം നോക്കി വോട്ട് ചെയ്യുന്ന പുതിയ കാലഘട്ടമാണ്. സൗന്ദര്യത്തിന് മോശം അല്ലെങ്കിൽ വെറുതെ പറഞ്ഞല്ല. CPIM കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി A ശബരീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം P സുശാന്ത് അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N പ്രിയേഷ്, V സുകുമാരൻ, ലോക്കൽ കമ്മിറ്റി അംഗം KV ദാമോദരൻ, നാരായണൻ തെരുവത്ത്, LDF സ്ഥാനാർത്ഥികളായ N ഉണ്ണികൃഷ്ണൻ, K ഗീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേൾഡ് റിമംബറൻസ് ഡേയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ റോഡ് അപകടങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ ഓർമ്മദിന പരിപാടി സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SP PP ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു.
വേൾഡ് റിമംബറൻസ് ഡേയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ റോഡ് അപകടങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ ഓർമ്മദിന പരിപാടി സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അളവ് കൂടുന്നതല്ലാതെ മരണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നതൊരു ദുഃഖസത്യമാണ്. എല്ലാ വർഷവും നമ്മളുടെ പല പരിപാടികളും ഇതുപോലുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും എന്താണ് അപകടങ്ങൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കാത്തു നിൽക്കാനുള്ള മനസ്സില്ലാത്തതാണ് നമ്മുടെ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നോക്കും, നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ നമ്മുടെ വാഹനം എത്രയും പെട്ടെന്ന് മുന്നിലെത്തണമെന്ന് വിചാരിച്ച് ഹോണടിച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ വളഞ്ഞു തിരിഞ്ഞ് ഏതൊക്കെ വഴിയിലൂടെ പോകാമെന്ന് എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ചിന്തയാണ് ഞാൻ നമ്മുടെ സമൂഹത്തിന്. അപ്പൊ ആ ഒരു കാത്തു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ തന്നെ പല അപകടങ്ങളും ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്തരമൊരു ആ ഒരു കൾച്ചർ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ. ഇന്ന് നമ്മളിവിടെ എനിക്ക് ഏകദേശം 10-50 കൂടുതൽ ആൾക്കാരുണ്ട്. ഈ പ്രതിജ്ഞയെടുത്ത 50 ആളുകൾ നമ്മുടെ ഈ നിയമങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ്. ഹെൽമെറ്റ് ഇടുന്നത് NBIക്കോ പോലീസിനോ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഓവർ സ്പീഡിൽ പോകേണ്ടാത്തത് പിന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ ജീവൻ രക്ഷിക്കാനാണ് എന്നുള്ള ബോധമാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോയിന്റ് RTO CS കുമാർ അധ്യക്ഷത വഹിച്ചു. M വിജയൻ MBA സ്വാഗതം പറഞ്ഞു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി, ട്രാക്ക് സെക്രട്ടറി V വേണുഗോപാലൻ, ബസ് ഓപ്പറേറ്റർ ഫെഡറേഷൻ പ്രതിനിധി M രവി, ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ പ്രതിനിധികളായ K ഗുരുപ്രസാദ്, M നൌഷാദ്, വിവിധ സംഘടനാ പ്രതിനിധികളായ PP കുഞ്ഞികൃഷ്ണൻ നായർ, VV രാമചന്ദ്രൻ, T സത്യൻ, C സമീർ എന്നിവർ സംസാരിച്ചു. MVI KV ജയൻ ഓർമ്മദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K ഹരിദാസൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 സീറ്റുകളിൽ CPI മത്സരിക്കും. CPI 2 സീറ്റിലും 1 സീറ്റിൽ INLും മത്സരിക്കും. BLOയുടെ ആത്മഹത്യ, കാസർകോട്ടും പ്രതിഷേധം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരിയ സൗഹൃദവേദി UAE സ്വാതന്ത്ര്യം 6ാമത് വീടിന്റെ താക്കോൽദാനം നടന്നു. CH കുഞ്ഞമ്പു MLA താക്കോൽദാനം നിർവഹിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ നടക്കും. കൊലകൊത്തൽ ചടങ്ങ് നടന്നു. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.